മൺസൂൺ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് മലയോരത്തും. താബോർ കുരിശുമലയും തെരുവുമലയും സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ബ്രസീലിലെ റിയോയിലുള്ള ക്രൈസ്റ്റ് ദ റെഡീമറിന്റെ കുഞ്ഞു പതിപ്പുണ്ട് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്ത് താബോർ ഹിൽസിൽ. ജീസസ് ക്രൈസ്റ്റിന്റെ ആകാശം മുട്ടുന്ന പ്രതിമ കാണാനും സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവരും ചെറുപുഴ ടൗണിൽ നിന്നും തിരുമേനി വഴി താബോറിലേക്ക് എത്തുകയാണ്. കുന്നിൻ മുകളിലുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. സമുദ്രനിരപ്പിൽ നിന്നും 2500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ നിന്നും നോക്കിയാൽ ദൂരെ കർണാടകയുടെ ഭാഗമായ സുള്യ, സുബ്രഹ്മണ്യപുരം, കൂർഗ് മലനിരകളും കേരളത്തിന്റെ ഭാഗമായ കൊട്ടത്തലച്ചി, റാണിപുരം മലയുടെ ഭാഗങ്ങളും കാണാം. എന്നും തണുത്ത കാറ്റ് വീശുന്ന ഇവിടെ രാവിലെയും വൈകുന്നേരവുമാണ് ആളുകൾ എത്തുക. ആസിഫ് അലിയുടെ കാസർഗോഡ് എന്ന സിനിമ റിലീസായതിന് പിന്നാലെയാണ് ഇത്രയധികം വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയത്. കാസർഗോഡിന്റെ ഒട്ടുമിക്ക സീനുകളും താബോറിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരിച്ചത്. മൺസൂൺ കാലം തുടങ്ങിയതോടെ വിനോദസഞ്ചാരികൾക്ക് പുറമെ ഫോട്ടോഗ്രാഫർമാരുടെയും ഇഷ്ട ലൊക്കേഷനായി മാറിക്കഴിഞ്ഞു താബോർ. താബോർ കുരിശുമല സന്ദർശിക്കാനെത്തിയ പയ്യന്നൂർ ഡിവൈഎസ്പി ഉമേഷ് തനിക്കും കുടുംബത്തിനും ഈ യാത്ര നൽകിയത് നല്ലൊരു ദൃശ്യാനുഭവമാണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കുറേ മലകളും കാഴ്ച ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. സണ്ണിപ്പതിയിലാണ് എന്നോട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലം പറഞ്ഞത് ചാത്തമംഗലം തിരുവമലയെപ്പറ്റി പറഞ്ഞു. അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ പിന്നെ കാവേരിക്കുണ്ട് ആ ഭാഗത്ത് ഞങ്ങൾ പോവുകയുണ്ടായി. ഇന്നിവിടെ താബോർ മലയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. ഒന്ന് നമുക്കൊരു ഓഫ് റോഡിൻ്റെ ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ട് ഞങ്ങളത് കയറി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഈ ഏരിയ മുഴുവൻ കാണാവുന്ന ഒരു സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുന്നതിൽ ഏറ്റവും ഉദാഹരണമായ സ്ഥലമാണ്. എനിക്കുറപ്പാണ് ഇത് ഭാവിയിലെ ഏറ്റവും ആളുകൾ ആകർഷിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമായി മാറുക തന്നെ ചെയ്യും. ഇവിടെ കുറച്ചും കൂടി നമ്മൾ കുറച്ചും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നമുക്കിവിടെ കുറച്ചും കൂടി സുന്ദരമാക്കണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ആകർഷിക്കാൻ വേണ്ടി പറ്റും. ഏതായാലും നല്ലൊരു ദൃശ്യാനുഭവം ഞങ്ങൾക്ക് ഫാമിലിക്കുണ്ടായി. വളരെ സന്തോഷം. ഇത് നമ്മുടെ ടൂറിസം ഭൂപടത്തിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിലാകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വണ്ടി ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു വീണു ഇങ്ങോട്ട് വരണ്ടെന്നായിരുന്നു വിചാരിച്ചത്. താബോർ മല എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ വന്നപ്പോൾ എനിക്ക് തോന്നി പോണ്ട, ഇവിടുത്തെ നിൽക്കാമെന്നൊക്കെ തോന്നി. മഞ്ഞക്കൂടിയൊക്കെ നടന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാൽനടയാത്രയ്ക്ക് പോലും ദുസ്സഹമായ പാതകൾ 2 കിലോമീറ്ററോളം താണ്ടി വേണം കുരിശുമലയിലെത്താൻ. മുകളിലേക്ക് കാൽനടയാത്രയ്ക്ക് പുറമെ സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ജീപ്പിലും ബൈക്കിലും കയറാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഹിൽ ഡ്രൈവർമാരുടെ പ്രിയപ്പെട്ട സ്ഥലമായി താബോർ മല മാറി. ഒരു തവണയെങ്കിലും വന്നു കാണണം മലയോരത്തിന്റെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. മനസ്സിന് കുളിർമയും ആനന്ദവും നൽകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ശാരിക റജ്, ചെറുപുഴ വാർത്ത. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ HUID-യിലേക്ക് ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.